തൃശ്ശൂരിനോട് വിട പറയും മുൻപ് നമ്മൾ കാണാതെ പോയ ആളുകൾ, കാണേണ്ടിയിരുന്ന രണ്ടാളുകളാണ് കലക്കം തൃശ്ശൂരിൻ്റെ സ്റ്റുഡിയോയിൽ, കൈരളി സ്റ്റുഡിയോയിൽ ഇന്ന് നമുക്ക് അതിഥികളായിട്ടുള്ളത്. അതിഥികൾ എന്ന് പറയാൻ പറ്റില്ല, കാരണം തൃശ്ശൂരുകാരാണ്, അവർ ആതിഥേയരാണ്, നമ്മളാണ് അതിഥികൾ. അപ്പോൾ ആതിഥേയരുടെ വിശേഷങ്ങളാണ് അതിഥിയായ ഞാൻ വന്ന് ചോദിക്കുന്നത്. ഒരുപാട് വിശേഷങ്ങൾ പറയാനുള്ള ആളുകളാണ്. ഞാൻ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നില്ല, നേരെ നിങ്ങൾക്ക് അവരെ കാണിച്ചു തരാം. കാണിച്ചു തന്നാൽ തന്നെ പലർക്കും മനസ്സിലാകും. യാത്ര എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ രണ്ട് മുഖങ്ങളായിരിക്കും നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരിക. യാത്രയ്ക്ക് പല പര്യായങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ ഈ അമ്മയും മകനുമാണ് യാത്രാവിശേഷങ്ങളിൽ താരം. സോഷ്യൽ മീഡിയകളൊക്കെ ആക്റ്റീവ് ആയതോടുകൂടി യാത്രകൾ, ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ, പലയിടങ്ങളിലേക്കും പലരെയും യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മനുഷ്യന്മാരുമായി പലരും നമ്മൾക്കിടയിൽ മാറിക്കഴിഞ്ഞു. അങ്ങനെ രണ്ട് മനുഷ്യന്മാരാണ് കലക്കം തൃശ്ശൂരിൻ്റെ സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ആതിഥേയരായിട്ടുള്ളത്. അതിഥികൾ എന്ന് ഞാൻ പറയുന്നില്ല. യെസ്, നമസ്കാരം ശരത്തേട്ടൻ, അമ്മ ഗീതാമ്മ. അമ്മേ നമസ്കാരം. ഞാൻ പറയായിരുന്നു, അതിഥികളല്ല നിങ്ങൾ, ആതിഥേയരാണ്, ഞങ്ങളാണല്ലോ അതിഥികൾ. അപ്പോൾ ആതിഥേയരുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. യാത്രയിൽ നിന്ന് തുടങ്ങണോ, പുസ്തകത്തിൽ നിന്ന് തുടങ്ങണോ? കലോത്സവത്തിൽ നിന്ന് തുടങ്ങാം. കലോത്സവത്തിൽ നിന്ന് തുടങ്ങാം. തൃശ്ശൂരിലെ കലോത്സവം വരുമ്പോൾ പിന്നെ കലോത്സവം ഏറ്റവും ഭംഗിയുള്ള ഒരു കലോത്സവം തൃശ്ശൂർ ടു കാസർഗോഡ്, തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് നോക്കിയാ ഏറ്റവും ഭംഗിയുള്ള ഒരു കലോത്സവം നടന്നത് തൃശ്ശൂരായിരിക്കും. തൃശ്ശൂര് കാരണം ഒന്നാമത് ഒരു പൂരപ്പറമ്പ് പോലെ ഇല്ലേ ഈ സ്ഥലം, അല്ലെ? ഒരു ഉത്സവപ്പറമ്പ് പോലെ. 64 വർഷങ്ങളായി കലോത്സവം തുടരുന്നു. ഇത് 7ാമത്തെ തവണയാണ് തൃശ്ശൂരിലെ കലോത്സവം. 2012-ലായിരുന്നു. ഇപ്പൊ ഈ പ്രാവശ്യം 2026-ലും കലോത്സവത്തിന് വേദിയാവുകയാണ് തൃശ്ശൂർ. എങ്ങനെയുണ്ട് നിങ്ങളുടെ തൃശ്ശൂരിലെ കലോത്സവം വന്നിട്ട്? അടിപൊളി, കലക്കൻ. ഇത്രയും ഭംഗിയുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേജസ് കാണില്ല. ആ വടക്കുന്നാഥന്റെ ചുറ്റും 4 സ്റ്റേജ്. അത് തന്നെ ആൾക്കാർക്ക് വരുമ്പോ അമ്പലത്തിൽ പോകാൻ എളുപ്പം. എല്ലാ ആക്ടിവിറ്റീസും തെക്കേ നടയിൽ വരുമ്പോ അവിടെ ഒരു വേദി, വടക്കേ നടയിൽ വരുമ്പോ അവിടെ ഒരു വേദി, കിഴക്കേ നടയിലും പടിഞ്ഞാറ് നടയിലും ഓരോ വേദി. എല്ലാ നടയിലും. അപ്പൊ ശരിക്കും എനിക്കാണ്, ഞാൻ എപ്പോഴും എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോ അവര് പറയും ഇവിടെ സൗകര്യം കുറവാ, അവിടെ സൗകര്യം കുറവായിരുന്നു, മറ്റോടത്ത് പോയപ്പോ അവിടെ ഇത്ര സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ പല വേദികളിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ തൃശ്ശൂരാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനും സ്പേസും ടോയ്ലറ്റ് സംവിധാനവും ഭക്ഷണ സംവിധാനവും എല്ലാ സംവിധാനങ്ങളും ഉണ്ടായത് തൃശ്ശൂരാ. കേൾക്കുമ്പോൾ വളരെ സന്തോഷം. ഇന്ന് ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയോട് സംസാരിച്ചു. അപ്പോൾ മന്ത്രിയോട് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നത് 2 ദിവസം കൂടെ നീട്ടി തരുമോ, തൃശ്ശൂരിലെ കലോത്സവം 2 ദിവസം കൂടെ നീട്ടി തരുമോ? അത്രയേറെ സൗകര്യങ്ങളാണ് തൃശ്ശൂർ, അത്രയേറെ നിങ്ങൾ തൃശ്ശൂരുകാരാ ഈ കലോത്സവത്തെ ഏറ്റെടുത്ത് കഴിയുകയും ചെയ്തിരുന്നു. നല്ല മനസ്സാണ്, എന്ത് കാഴ്ചകളും മനസ്സിലേക്ക് എടുക്കാൻ അത്രയേറെ വിശാല ഹൃദയമുള്ള മനുഷ്യന്മാരാണ് തൃശ്ശൂർ. അതിന് പൂരമാകട്ടെ, ആനയൂട്ടാകട്ടെ, ഓണത്താലാകട്ടെ, പെരുന്നാളാകട്ടെ, ഇവിടെ അങ്ങനെ ഒരു വ്യത്യാസവുമില്ല. സന്തോഷം നൽകുന്ന കാഴ്ചകൾ, സമാധാനം നൽകുന്ന കാഴ്ചകൾ, അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് തൃശ്ശൂരുകാരുടെ ഒരു മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത്. അത് തന്നെ ആകണം യാത്രയിലേക്ക് നിങ്ങളെ പ്രേരിപ്പിച്ചത്. അല്ലേ? കുറച്ച് പേരൻസിനെ കണ്ടിരുന്നു കുട്ടികളുടെ. അപ്പൊ അവരിന്ന് രാവിലെ എത്ര മണിക്ക് വടക്കുന്നാലില് പോകണം, എത്ര മണിക്ക് തൊഴുത് ഇറങ്ങാൻ പറ്റും, കാരണം ഇന്ന് വൈകിട്ട് പോവല്ലോ. അപ്പൊ അവരിന്ന് ഫുൾ പ്രിപ്പയർഡാ, നാളെ രാവിലെ ഫുൾ പ്ലാനിങ്ങാ കുട്ടികളടക്കം. എനിക്ക് തോന്നുന്ന അവര് തലശ്ശേരിന്ന് എവിടുന്ന് അങ്ങോട്ടായിരുന്നു ഇന്നലെ, മറ്റേ നൃത്തത്തിന്റെ ആൾക്കാർ ആണോ, കോഴിക്കോട്, അവിടുന്നായിരുന്നു. അപ്പൊ അവർക്കും ഇത്ര സൗകര്യത്തില് പരിപാടി, സ്റ്റേജും ഡാൻസും ഒക്കെ കഴിഞ്ഞ് നേരെ അമ്പലത്തിൽ പോയിട്ട് ഭാഗ്യം കിട്ടി അല്ലെ? ഈ സിറ്റിയിൽ വന്നിട്ട് ഇത്ര തൊട്ടടുത്ത് സ്റ്റേജും തൃശ്ശൂരിൽ വന്നിട്ട് വടക്കുന്നാഥനെ കാണാതെ പോവാന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതെ, വടക്കുന്നാഥൻ വീടില്ലേ അതിന്. അപ്പോൾ അമ്മയും മകനും കലോത്സവ വേദിയിൽ, കലക്കം തൃശ്ശൂരിന്റെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് നല്ല മലയാള തനിമയുള്ള ഡ്രസ്സൊക്കെ ആയിട്ട്. അക്ഷരങ്ങളൊക്കെ, അക്ഷരമാല മൊത്തമുണ്ട് സുഹിത്തേട്ടന്റെ ഡ്രസ്സിൽ. അമ്മയാണെങ്കിലും കലോത്സവത്തിന് അല്ലെങ്കിൽ കേരള തനിമയ്ക്ക് ഭാഗമായ നല്ല കേരള വേഷത്തിലൊക്കെയാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് യാത്രകളെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം അല്ലേ? യാത്രയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് സാധാരണ ഫ്രണ്ട്സിൻ്റെ കൂടെ യാത്ര പോകുന്നത് കണ്ടിട്ടുണ്ട്, കപ്പിൾസ് യാത്ര പോകുന്നത് കണ്ടിട്ടുണ്ട്. നോർമലി അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു പാറ്റേൺ അങ്ങനെയാണ്, അല്ലെങ്കിൽ സോളോ ട്രിപ്പ്. ഇത് അമ്മയും മകനും ഒരു യാത്ര പോകുക. എങ്ങനെയാണ് മകൻ്റെ കൂടെ യാത്രയ്ക്ക് വേണ്ടി കമ്പാനിയനായിട്ട് കൂടിയത്? അവനാണ് കാരണക്കാരൻ. എനിക്ക് യാത്രയോട് ഭയങ്കര സ്നേഹമുള്ള ആളായിരുന്നു. ഞാൻ ആകെ കൂടി കാണുന്ന TV-യിൽ കാണുന്ന യാത്ര മാത്രമാണ്. കുട്ടിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, പലവട്ടം എന്നെ വിളിക്കുമായിരുന്നു. ഞാൻ ഒരിക്കലും പോവാറില്ല. ടിപ്പിക്കൽ മദേഴ്സ് കണ്ടിട്ടില്ലേ, നിങ്ങൾ പൊക്കോളോ, എനിക്ക് ഇവിടെ പണിയുണ്ട്, പട്ടി പൂച്ച കോഴി ഇതൊക്കെ ഉണ്ട്, വീടിന്റെ ജില്ലാ കളക്ടറെ പോലെ വീട്ടില്. ഇപ്പൊ എല്ലാം കഴിഞ്ഞു, ഭയങ്കര ബുദ്ധിമുട്ടായി. എന്നാ നാളെ പോവാ ഷർട്ട്, നാളെ പോവാ, അങ്ങനെ ഞാൻ ചൊറിഞ്ഞു തരുമ്പോ പൂതി മതിയായി ഷർട്ടിന്.
അങ്ങനെയുള്ള അമ്മയിൽ നിന്ന് പോകാം യാത്രയ്ക്ക്, ഓൾറെഡി ഞാൻ പോരാന്നുള്ള അമ്മയിലേക്കുള്ള ഒരു മാറ്റം അതെങ്ങനെയാ നോക്കി കണ്ടത്? അങ്ങനെ എങ്ങനെയാ അമ്മയെ മാറ്റിയെടുത്തത്? എനിക്കും വീട്ടിലൊരു അമ്മയുണ്ട്, ആ ചേഞ്ച് അമ്മയിലേക്കും കൊണ്ടുവരണം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആ ഒരു ട്രാൻസിഷൻ. മറ്റത് ഞാൻ എൻ്റെ ഒരു കോളേജ് ടൈംസിൽ ഒരു 2009 പറയുമ്പോൾ അമ്മ ഒട്ടും വരില്ല. നിങ്ങൾ പൊക്കോ, അല്ലെങ്കിൽ നീ പോയിട്ട് വായോ, നിങ്ങൾ ആഘോഷിക്കുക, നിങ്ങൾ അടിച്ചു പൊളിക്കുക. ഇവരുടെ സന്തോഷങ്ങളൊക്കെ സപ്രസ് ചെയ്ത് വെച്ച് ഒരു ഫാമിലിയും വീടും ചുറ്റുപാടും അതിനൊക്കെ വേണ്ടി ഇതിങ്ങനെ ലൈഫ് ഇങ്ങനെ കളയല്ലേ, ഇങ്ങനെ പോവാണല്ലോ, ഡേ ബൈ ഡേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ. അതിൽ നിന്ന് ഇന്ന് ഞാനൊരു സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റാണ്ടേ എനിക്ക്. എക്സാക്ട്ലി. ഇന്നലെ തന്നെ ഞാൻ രാത്രി മഞ്ഞ് കൊള്ളിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ആ കലോത്സവത്തിന് പോവാന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ റെഡി. രാത്രി ഒരു 11:30-12 വരെ ഞങ്ങൾ ഈ വേദിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പറക്കി നടക്കുകയായിരുന്നു. അപ്പൊ ആ ഒരു ട്രാൻസിഷൻ. ഇന്ന് അമ്മയ്ക്ക് വീട്ടിലിരുന്ന ഡെസ്പ, ഇന്ന് അമ്മയ്ക്ക് എങ്ങോട്ടും യാത്ര പോയില്ലെങ്കിൽ ഭയങ്കര എങ്ങോട്ടും പോയില്ലോ ഈ മാസം അങ്ങനെ പറയണ. ഊട്ടി, മൂന്നാറ്, വാഗമണ്ണൊന്നും ഒരു ട്രിപ്പ് ഒന്ന് ഒരൊറ്റ മണിക്കൂറോട് പോയി വരാൻ ദൂരത്തുള്ള സ്ഥലങ്ങളായി കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് വിട്ടുപോകണം, രാജ്യം വിട്ടുപോകണം. രാജ്യം വിട്ട് അല്ലെങ്കിൽ നോർത്ത് മലകളൊന്നും പ്രിഫറൻസ്, മഞ്ഞൊന്ന് കാണണം, അതാണ് ഒരു ഫേവറേറ്റ്. കുളു, മണാലി, ഹിമാലയം ആ രീതിയിലേക്ക് വേണം നമ്മുടെ യാത്രകൾ പ്ലാൻ ചെയ്യാനല്ലേ? പോയിട്ടില്ല. പോയി നോക്കൂ, നമ്മളെ എന്നും ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ലഡാക്ക് എന്ന് പറഞ്ഞാൽ. ഇവനൊക്കെ 7 പ്രാവശ്യം പോയി. ഇപ്പൊ എന്താണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ വീഡിയോസ് ഒന്നും കാണുമ്പോൾ എനിക്ക് ആ സുഖം കിട്ടിയില്ല. പക്ഷെ തൊട്ടപ്പം കിട്ടുന്ന ആ സുഖമല്ലേ അപാരാണ്. ഇനിയും എവിടെ പോണം എന്ന് എന്നോട് ചോദിച്ചാൽ തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ ലഡാക്കാണ്. തൃശ്ശൂർ കഴിഞ്ഞാല് ലഡാക്കാണ്. തൊട്ടടുത്തതാ തൃശ്ശൂർ റൗണ്ടിന്റെ ഒരു സൗന്ദര്യം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. എന്ത് ഈസിയായിട്ടാ പറയുന്നത്, 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലം പോലെയാണ് തൃശ്ശൂർ കഴിഞ്ഞാൽ ലഡാക്ക്. ഈസി. ചായ കുടിച്ചിട്ട് വരാം. ഒന്ന് ലഡാക്ക് വരെ എവിടെ പോയി ചായ കുടിക്കാൻ, എവിടെ ലഡാക്ക് വരെ പോയി ചായ കുടിച്ചിട്ട് വരാം. ഭയങ്കര ടേസ്റ്റ് ഉള്ള ചായയാണ് അവിടെ. അതിനേക്കാൾ ഏറെ രസമുള്ള ചായ. ചെറിയ മൺകൂജകളിൽ അതിനോർത്തൊക്കെ പോയി അങ്ങനെയാണല്ലോ. പക്ഷെ അവിടുത്തെ ജനങ്ങൾ എത്ര സ്നേഹമുള്ള മനുഷ്യരാണെന്ന് പറയൂ. ഞങ്ങളുടെ തൃശ്ശൂർക്കാർ സ്നേഹമില്ലാതല്ല, പക്ഷെ വരുന്നുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് നോക്കി നടക്കും. പൊതുവെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ അവരങ്ങനെയല്ല. കണ്ട വന്ന് നിന്ന് ജുള്ളേ അഭിവാദ്യം ചെയ്യാണ് നമ്മളെ. സ്നേഹത്തോടൊരു കെട്ട് വിറക് വെച്ച് പോണ സ്ത്രീ ആയാലും അവർ ബഹുമാനം കാണിക്കുന്നുണ്ട് നമ്മളോട്. അത് ഭയങ്കര സന്തോഷമല്ലേ നമുക്ക്. ഇന്ന് നമ്മുടെ നാട്ടിലില്ലാത്തതും അവിടെ കാണുന്ന ഒരു കാഴ്ചയാണ്. അത് ഭയങ്കര എപ്പോഴും ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അവർ ആ ചുള്ളിക്കമ്പ് ഇങ്ങനെ പിടിച്ചിട്ട് അവർ പറയുന്നത് ജൂലൈ എന്ന് പറഞ്ഞാൽ വിഷയാണ് നമ്മളെ നമസ്തേ. അതുപോലെ വിഷയാണ്. ഭാഷകൾ എങ്ങനെ പഠിച്ചെടുത്തു? ഭാഷ അത് ചോദിക്കും നമ്മള്. വേറെ അറിയണ ഞങ്ങള് സ്റ്റേ ചെയ്തിടുന്ന ആളുടെ അടുത്ത് ചോദിച്ചപ്പോ പറഞ്ഞു വിഷയാണ് പറഞ്ഞു. എന്താ അവരൊരു സാധാരണ ബ്ലൗസ് ഒന്നുമില്ല, ഒരു മുണ്ട് മാത്രം ചുറ്റി ആ സ്ത്രീ നമ്മളോട് ഇങ്ങനെ പറയുമ്പോ എന്താണെന്ന് അറിയണ്ടേ. അപ്പൊ ആദ്യം എന്ന് പറഞ്ഞ ഒരു ഹോം സ്റ്റേക്കാരുണ്ടായിരുന്നു. ആ കുട്ടി പറഞ്ഞു തന്നു. അല്ലെങ്കിൽ സ്നേഹത്തിന് എന്തിനാണ് ഭാഷ അല്ലേ? സ്നേഹത്തിന് ഭാഷ ആവശ്യമില്ലല്ലോ. നമുക്ക് ആ കണ്ണുകളിൽ നോക്കി സംസാരിക്കാൻ പറ്റും. മിണ്ടാതിരുന്ന പരസ്പരം തൊട്ടടുത്ത് നിന്നിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് സ്നേഹം. അതിർവരമ്പുകളില്ല സ്നേഹത്തിന്. ഭാഷയ്ക്കാണ് അതിർവരമ്പുകൾ ഉള്ളത്. ഭാഷയ്ക്ക് നമുക്ക് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ സ്നേഹത്തിന് അതില്ല. ഇപ്പൊ പറഞ്ഞ പോലെ തൃശ്ശൂർ വിട്ടാൽ ലഡാക്ക് പോയാലും ലഡാക്ക് വിട്ട് അപ്പുറത്ത് മറ്റ് രാജ്യങ്ങളായാലും ഇനിയുള്ള ഒരു ബക്കറ്റ് ലിസ്റ്റ് വിഷയം എങ്ങനെയാണ്? എന്റെ ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അതെനിക്ക് മനസ്സിലായി. ഞാൻ അമ്മയോട് ചോദിക്കുന്നേ. എനിക്ക് അങ്കോവാട്ട് കാണണം, ചൈന കാണണം, ജപ്പാൻ കാണണം, പിന്നെ പിരമിഡ് കാണണം. വലിയ ലിസ്റ്റ്. അല്ല ഇപ്പൊ പിന്നെ പുറത്തേക്ക് കിടത്തി തുടങ്ങിയപ്പോ എനിക്ക് ആഗ്രഹങ്ങൾ കൂടാലോ. കൂട് പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാലേ പിന്നെ പറക്കണം എന്നുള്ള ആഗ്രഹം. വിശാലമായ ആകാശമാണ്. കൂടിനുള്ളിൽ നിൽക്കുമ്പോ മാത്രമാണ് ഓരോ ഭംഗിയാണ്. ലഡാക്ക് പോകുമ്പോ ഭയങ്കര ഭംഗിയുള്ള ആകാശമാണ്. നല്ല ബ്ലൂ സ്കൈ. നമ്മളുടെ ഇവിടെ കാണില്ല. അത്രയും സന്തോഷം നമുക്ക് അവിടെ പോയിട്ട്. ഒരിക്കൽ പോണം. നമുക്ക് തൃശ്ശൂർ സൂര്യോദയം കണ്ട് ലഡാക്കിൽ സൂര്യാസ്തമയം കാണാൻ വേണ്ടി പോകണം. അമ്മയും കൊണ്ടുപോകണം. അമ്മയും കൊണ്ടുപോകണം. എന്റെ കൂടെ വരണം. നമുക്കൊരുമിച്ച് ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾ മാത്ര. എല്ലാ തല്ലിപ്പിള തരം ഉള്ള ഞങ്ങൾ രണ്ടാളുമാണ് ഏറ്റവും സെറ്റ്. അച്ഛൻ്റെ കൂടെ തന്നെ ഞങ്ങൾ പോക്കില്ല. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞ് തല്ലോടി.
മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഒരുപാട് ഉണ്ടാവും. കാരണം ഒരു യാത്ര പോവുക എന്ന് പറയുന്നത് വൻ മെമ്മറിയാണ്. നമുക്ക് എല്ലാ കാലവും മനസ്സിലേക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നതായിരിക്കും. കാരണം അത്രയും പ്ലാൻഡ് ആയിട്ടൊക്കെയല്ലേ നമ്മൾ യാത്ര പോവുക. എന്നാലും വളരെ ക്യുക്കായിട്ട് രണ്ടുപേരുടെ മനസ്സിലേക്കും ഇത്രയും ഭയങ്കര വടക്കുന്നാഥനെ കണ്ട് ഞങ്ങൾക്ക് കൈലാസ് പോയി കണ്ട വടക്ക് നോർത്ത് ഫേസ് ഭയങ്കര ഉള്ളിന്ന് പോവാത്ത കാഴ്ചയാണ്. പറയാൻ ധാരാളമാണ് ഓരോ സ്ഥലത്തിനും. അതുമാതിരി അജന്ത എല്ലോറ കേവ്സ്, ഈ എല്ലാ യാത്രകളുടെയും തുടക്കം അജന്ത എല്ലോറയാ. അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് എനിക്ക് ഇനിയും യാത്ര ചെയ്യണം, ഇനിയും ഇതൊക്കെ കാണണം. മറ്റേത് അതുവരെ വടക്കുന്നാഥൻ മാത്രമാണ് ഏറ്റവും വലിയൊരു ആർക്കിടെക്ചർ കണ്ടിട്ടുള്ളത് ആണ് ഒബിയസ്ലി. പക്ഷെ അജന്ത എല്ലോറ കണ്ടപ്പോഴാണ് എനിക്ക് ഇനിയും യാത്ര ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗ് വന്നത്. അതുവരെ അതില്ലായിരുന്നു. ഈ വട്ടം ഗുരുവായൂരപ്പൻ കഴിഞ്ഞു. ശരത്ത് പണ്ട് പോയിട്ട് പറഞ്ഞിരുന്നു അജന്ത എല്ലോറ മുകളിൽ നിന്ന് കേവ് ചെയ്തുണ്ടാക്കിക്കണ്ടെന്ന്. ഞാനൊരിക്കൽ പോടാന്ന് പറയും. പക്ഷെ കണ്ടപ്പോഴാണ് ആ തിരിച്ചറിവ് ഉണ്ടായത്. പോയിട്ടുണ്ടോ? ഭയങ്കര ഭംഗിയുള്ള കാഴ്ചയും ആ ഇതിനൊക്കെ ജീവനുള്ള പ്രതിമകൾ അത്രയും ഭംഗിയിലുള്ളത് കാണണം കേട്ടോ. അമ്മ പറയുന്ന സമയത്ത് തന്നെ അതിന്റെ എക്സ്പ്രഷൻ അമ്മയുടെ മുഖത്ത് വരുന്നുണ്ട്. അതിന്റെ ആണ് ഞാൻ പലപ്പോഴും കണ്ണടച്ച് ഞാൻ അവിടെയാണ് പല കാര്യങ്ങളും. നമുക്ക് കണ്ണടച്ച് ഏറ്റവും അധികം കാണുന്നത് കൈലാസാണ്. ഭയങ്കര ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ വടക്കുന്നാഥൻ നിറഞ്ഞു നിൽക്കണ പോലെ ആ കാഴ്ച അവിടെ. അമ്മ ഈ പറയുമ്പോഴൊക്കെ കണ്ട കാഴ്ചകളെ കുറിച്ച് പറയുന്ന സമയത്ത് ആ വിസ്മയം, അമ്മ കണ്ട വിസ്മയം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ യാത്രകൾ പോകുന്ന സമയത്ത് അമ്മയുടെ മൈൻഡ് വേറെ ആയിരിക്കും. അമ്മ ഭയങ്കര റിലാക്സ്ഡ് ആണ്. അമ്മ ആ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആവാഹിച്ചെടുക്കുക. പക്ഷേ അമ്മയെ കൂട്ടിക്കൊണ്ടുപോകുന്ന മകൻ കുറച്ചും കൂടി ഉത്തരവാദിത്ത ബോധം കുറച്ച് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് യാത്രകളിൽ അമ്മയെ നോക്കുമ്പം എന്തെങ്കിലും ഒരു പ്രത്യേകത ഒക്കെ തോന്നുമോ? അമ്മയുടെ ഒരു സന്തോഷമൊക്കെ നമുക്കത് ഫീൽ ചെയ്യില്ലേ? എനിക്കിങ്ങനെ എന്റെ യാത്രകളിലൊക്കെ ഞാൻ മുമ്പ് പലപ്പോഴും പോയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഞാൻ വീണ്ടും അമ്മയെ കൊണ്ടുപോകണത്. അപ്പൊ ആ അമ്മ അത് എൻജോയ് ചെയ്യണ കാണുമ്പോ അതിനൊരു ബ്യൂട്ടിയാ. അത് ഭയങ്കര ഭംഗി. അത് ചിലപ്പോ നമുക്ക് ഫ്രണ്ട്സിന്റെ ഒപ്പം പോയാൽ നമ്മുടെ കണ്ണിലൂടെ കണ്ട കാഴ്ചയായിരിക്കില്ല അമ്മയുടെ കണ്ണിലൂടെ അമ്മയെ നോക്കുമ്പോ നമുക്ക് കാണാൻ പറ്റുന്നതല്ലേ. ഞാൻ അതാ ചോദിച്ചത്. യാത്രയിൽ അത് മാത്രമേ ഭംഗിയുള്ളൂ. അത് അമ്മ അതങ്ങനെ കാണുമ്പോൾ, ആ സ്ഥലം കാണുമ്പോൾ ആശ്ചര്യമായിരിക്കും. അല്ലെങ്കിൽ അത് കാണുമ്പോൾ ഒരു എക്സ്റ്റസി ഉണ്ടാവില്ല. ഇപ്പോൾ ഈഫിൾ ടവറിന്റെ മുകളിൽ നിൽക്കുമ്പോൾ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു ഈഫിൾ ടവർ പോലും ഭംഗിയില്ലാണ്ട്. ഇത്ര നല്ലൊരു മനസ്സുള്ള മോൻ കൊണ്ടുപോയപ്പോ പിന്നെ എന്താ എനിക്ക് തോന്നുന്നു കണ്ണൊക്കെ നിറഞ്ഞു വരുന്നോന്നൊക്കെ ഒരു സംശയം വരുന്നുണ്ട്. ആ രീതിയില് ഭയങ്കരമായിട്ട് ആഴത്തിലേക്ക് പറഞ്ഞ മൊമെന്റ്സ് അല്ലേ. അമ്മയെ കൊണ്ട് കാറിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെ അമ്മയുടെ ഒപ്പം ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, സൗന്ദര്യം എന്ന് പറയുന്നത് വേറെയാണ്. അതൊരിക്കൽ നമ്മൾ വൺസ് വി സ്റ്റാർട്ട് എൻജോയിങ് പിന്നെ നമുക്ക് വേറെ ഒന്നിനോടും ഒരു ഗുഡ് ഫീൽ ചെയ്യില്ല. ഞാനിപ്പോ ഈ കഴിഞ്ഞ ദിവസം മൂകാംബിക പോയി. അപ്പൊ ഞാനിങ്ങനെ ഓൾമോസ്റ്റ് പകുതി കോഴിക്കോടൊക്കെ എത്താറായപ്പോ എന്റെ വിചാരം അമ്മ ബാക്ക് സീറ്റിൽ ഉണ്ടെന്നാ. അങ്ങനെ പോയി ശീലായിട്ടേ. അപ്പൊ എന്തോ ചോദിക്കുമ്പോഴാ അമ്മ അതെടുത്തതാന്നാ പറയണ. ഞാൻ അമ്മ ഇല്ലായിരുന്നു, ഞങ്ങൾ ഒറ്റയ്ക്കാ പോയേ. ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ കൂടി പോയതാ. കുടജാതിരി കയറി ഞങ്ങൾ ഈ പ്രാവശ്യം പോയപ്പോ. ശരിക്കും നടന്നു പോകുമ്പോ അമ്മയെ മുമ്പിൽ പോവാ. എനിക്ക് കിതപ്പ് വരും. അമ്മയ്ക്ക് അതൊന്നുമില്ല. യെസ്. അപ്പോൾ കൂടുതൽ യാത്രയുടെ വിശേഷങ്ങൾ പറഞ്ഞാലും തീരില്ല. അപ്പൊ ഈ യാത്രകളെല്ലാം അച്ചടി മഷി പുരണ്ടപ്പോൾ, പുസ്തകങ്ങളായപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ എഴുതാനുള്ള, കാരണം നേരത്തെ എന്നോട് ചോദിച്ച പോലെ ഈ പറഞ്ഞ പല സ്ഥലങ്ങളും ഞാൻ കണ്ടിട്ടില്ല. പോയിട്ടുണ്ടോ അമ്മ ഇങ്ങനെ ചോദിക്കാണ്. പല സ്ഥലങ്ങളും കണ്ടിട്ടില്ല. വികാരമാണ് നമുക്ക് കാണുക എന്നുള്ളത്. നമ്മള് വായിച്ചുകൊണ്ടോ ടി വിയിൽ കണ്ടോണ്ടോ ഒന്നും കിട്ടണില്ല. ആ തൊടുമ്പോ കിട്ടുന്ന സന്തോഷമല്ലയോ അപ്പാരാണ് അറിയുള്ളൂ. അപ്പൊ ഈ കണ്ട കാഴ്ചകൾ അച്ചടി മഷി പുരട്ടിയപ്പോൾ അതിനൊരു വെല്ലുവിളി ഉണ്ടായിരുന്നോ? കാരണം എന്താ വെച്ചാൽ നമ്മളെ കണ്ടത് അത് എക്സാക്ട് തന്നെ എഴുതി വെക്കണം. കണ്ട ഫീല് വായിക്കുന്നവർക്ക് വെല്ലുവിളി അല്ലായിരുന്നു ശരിക്കും. എന്റെ ഏറ്റവും വലിയ വെല്ലുവിളി, എന്റെ അച്ഛൻ MK രാമേന്ദ്രൻ 7 പുസ്തകം എഴുതിയിട്ടുണ്ട്. അച്ഛന്റെ ബുക്സിന്റെ ഒരു ലാംഗ്വേജ് എൻ്റെ ഭാഷയിൽ വരുമോ എന്നുള്ളൊരു പേടി. അച്ഛൻ്റെ ബുക്സ് പൂജാമുറിയിൽ വെക്കുന്ന ആൾക്കാരുണ്ട്. അച്ഛൻ്റെ ബുക്സ് വായിച്ച് ഹിമാലയത്തിലെത്തിയ ഫീലിംഗ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പം എനിക്ക് എപ്പോഴും എൻ്റെ ഒരു ഫീലിംഗ് അച്ഛൻ്റെ ബുക്സിൻ്റെ ഒരു സ്പിരിച്വാലിറ്റി ഇല്ല, ലിറ്ററേച്ചർ ഇല്ല, ഇതൊക്കെ ഇല്ല എന്നുള്ളൊരു സച്ചിന്റെ മോൻ സച്ചിന്റെ പോലെ തന്നെ കളിക്കണല്ലോ. അമിതാഭ് ബച്ചന്റെ മോൻ അമിതാഭ് ബച്ചന്റെ പോലെ ആൾക്കാരുടെ, നമ്മുടെ അല്ല ആൾക്കാരുടെ ഒരു എക്സ്പെക്ടേഷൻ MK രാമേന്ദ്രന്റെ മകനാ. അപ്പോ ആ ഒരു ക്വാളിറ്റി ഉണ്ടാവും, ആ ഒരു ലാംഗ്വേജ് ഉണ്ടാവും. എന്റെ ആണെങ്കിൽ ഇതൊന്നുമില്ല. സ്പിരിച്വാലിറ്റി അടുത്ത് കൂടെ പോയിട്ടില്ല. ലാംഗ്വേജ് ഞാൻ തൃശ്ശൂർ മോഡൽ ബോയ്സിൽ പഠിച്ചതാ. എനിക്ക് അത്ര വലിയ
എന്താ പറയാ, അത് കഴിഞ്ഞ് മലയാളം PhD പോയിട്ടൊന്നുമില്ല, സാൻസ്ക്രിറ്റ് എനിക്ക് അറിയേയില്ല. അപ്പൊ അതിൻ്റെതായ ഒരു ലഘുഭാഷയാണ്. പിന്നെ കറന്റ് ബുക്സിന് ഞാൻ 2020 കൊറോണയിൽ ഫിനിഷ് ചെയ്താ. കറന്റ് ബുക്സിന് തോമസിന്റെ ക്ലോസ് ഫ്രണ്ടാ ഈ കറന്റ് ബുക്സിന്റെ. അപ്പൊ ആ പുള്ളിക്ക് ഞാനൊരു 2022 ഏതാണ്ട് ഫിനിഷ് ചെയ്തിട്ട് അയച്ചു കൊടുത്തു. പുള്ളി പറഞ്ഞു, ചേട്ടാ അത് കുഴപ്പമില്ല, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു 2 കൊല്ലം എടുത്തു വെച്ചു, 2024 വരെ എടുത്തു വെച്ചു. വേണ്ട, അത് അച്ഛന് ചിലപ്പോൾ നാണക്കേടാവും, അച്ഛന് മോശമാവും, ആൾക്കാർ അച്ഛനെ വിളിച്ച് പറയും. അച്ഛൻ്റെ റീഡേഴ്സൊക്കെ ഭയങ്കര സീരിയസ് റീഡേഴ്സാണ്. അങ്ങനെ ഞാൻ വീണ്ടും എടുത്തു വെച്ചു. 2024 തോമസ് വിളിച്ച് പറയണേ, ചേട്ടാ ഞങ്ങൾ ചെയ്തോളാം, ചേട്ടാ നോക്കണ്ട, ഇനി ഞങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞു. എന്തെങ്കിലും അവിടെ എന്നാ പിന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ വലിയ കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ല ഇതുവരെ. വലിയ കേടുപാടുകൾ പറ്റിയില്ലാന്നോ? എത്ര കോപ്പികൾ വിറ്റഴിഞ്ഞു, എത്ര പേരിലേക്ക് അത് എത്തി? നമ്മളാണ്, വേറൊരാളാവാൻ കഴിയുമോ? നമുക്ക് ആവാൻ കഴിയുമോ? ഷർത്താണ്. ആ പുസ്തകത്തിന് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയ മൊമെന്റ് എങ്ങനെയുണ്ടായിരുന്നു? വലിയ സന്തോഷം. മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങള് അദ്ദേഹത്തെ കണ്ട് കൊടുത്തു. അത് ഏറ്റവും സർപ്രൈസിംഗ് ഉള്ള ഒരു കാര്യം എന്ന് അറിയോ, ഞങ്ങൾ കഴിഞ്ഞ മാസം തൃശ്ശൂർ രാമനിലയത്തിൽ വന്നപ്പോഴാണ് കൊടുത്തിട്ട് അമ്മ അങ്ങനെ പറയുന്നുണ്ട്, സാറിന് തിരക്കായിരിക്കുമല്ലോ, ടീച്ചർക്ക് കൊടുക്കണം, ഭാര്യ കുറെ വായിക്കുന്നതാണല്ലോ, അപ്പൊ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. ഈ 31 ഞങ്ങള് ട്രിവാൻഡ്രത്ത് ഈ ഫംഗ്ഷന് ചെല്ലുമ്പോൾ സ്റ്റേജിൽ നിന്ന് അമ്മ നിന്നിട്ടാ അമ്മ ഇങ്ങനെ കൈയൊക്കെ തട്ടി, എന്താ മോനെ സുഖല്ലേ എന്നൊക്കെ ചോദിച്ചു നിൽക്കണം. എൻ്റെ ഇടയിൽ സാറ് ഞങ്ങൾ ഓർക്കുന്നുണ്ടോ രാമനിലയത്തിൽ വന്നെന്ന് പറഞ്ഞപ്പോ പുള്ളിയുടെ മറുപടി ബുക്ക് കൊണ്ടുവന്നല്ലോ. എന്റെ ദൈവമേ, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 80 വയസ്സായ ഒരാള്, ഇത്രയും കാര്യങ്ങൾ മനസ്സിലുള്ള ഒരാള് എങ്ങനെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു ബുക്കിന്റെ കാര്യം ഓർത്ത് വെച്ചു? അത് ഭയങ്കര എന്താ പറയാ, ഒരു ആരാധന കൂടി. കുഞ്ഞു കാര്യല്ലേ, ഇത് എന്തിനാ അങ്ങനെ ഓർത്തിരിക്കണേ? എപ്പോഴോ രാമനിലയത്തിൽ വന്ന ഏതോ ഒരു അമ്മയും മോനും ഏതോ ഒരു ബുക്ക്, എത്ര പേര് അങ്ങനെ കൊടുക്കണ്ടാവും. അത് ആ സ്റ്റേജിൽ വെച്ച് ഞാൻ ഓർക്കുന്നു, ബുക്ക് കൊണ്ട് തന്നതല്ലേ. ആരാ പറയണേ? CM ഓഫ് ദ സ്റ്റേറ്റ് അല്ലേ. അതും എത്ര കാര്യങ്ങൾ അറ്റേ സമയം ഒരേ നിമിഷം തന്നെ ആ തലയിലൂടെ കൊണ്ടുവരുന്ന മനുഷ്യനാണ് അല്ലേ. വലിയ സന്തോഷം, ഭയങ്കര സന്തോഷമാണ്. ഞാൻ അതോടുകൂടി അങ്ങോട്ട് വലിയൊരു ആരാധിക. അപ്പോൾ ഇനി കൂടുതൽ യാത്രകളെ കുറിച്ച് ചോദിക്കുന്നില്ല, കാരണം അമ്മ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഏകദേശം കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ബക്കറ്റ് ലിസ്റ്റ് വിഷയമായിട്ട് ഇപ്പൊ തന്നെ അമ്മയുടെ മനസ്സിലുണ്ട്. അപ്പോൾ മുന്നോട്ടുള്ള യാത്രകൾക്ക് എല്ലാവിധ ആശംസകളും അമ്മയ്ക്കും മകനും. ഇനിയുള്ള യാത്രകളിൽ എവിടെയെങ്കിലും ഒക്കെ വെച്ച് ഞാനും കൂടാമെന്നുള്ള ഒരു വാഗ്ദാനം. എന്നെ കൂടെ കൊണ്ടുപോണേ, ലഡാക്കിൽ പോകണം. നമുക്ക് വടക്കുന്നാഥനെ തൊഴുത് ലഡാക്കിലേക്ക് അങ്ങ് പോവാ അല്ലേ. ഞങ്ങൾ എല്ലാ യാത്രകളും അങ്ങനെയാണ്. വടക്കുന്നാഥ ഒരു പ്രദക്ഷിണം വെച്ച് ഞങ്ങൾ ബുക്കിന്റെ ആന്ന് എഴുതിയിട്ടുണ്ടല്ലോ, അതിന്റെ അടിയിൽ ഒരു വടക്കുന്നാഥന്റെ ഒരു ഐക്കൺ വെച്ചിട്ടുണ്ട്. അവസാനല്ലേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ യാത്ര തുടരട്ടെ, അമ്മയ്ക്കും മകനും എല്ലാ ഭാവുകങ്ങളും. താങ്ക് യു സോ മച്ച്.